എൻ്റെ പേര് ബിമോദ് ബാലചന്ദ്രൻ. ഞാൻ ബഹ്റിനിലെ DHL ഏവിയേഷനിലെ റീജിയണൽ ഫൈനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ കുറച്ച് നാളായി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വീടെന്നുള്ള ഒരു കാര്യമായിട്ട് നോക്കി നടക്കണത്. പെട്ടെന്നാണ് അതൊരു ഫ്ലാറ്റിൽ തന്നെ നമുക്ക് ഫൈനലൈസ് ചെയ്യാന്നുള്ളത് ഞാനും സൂര്യയും കൂടി തീരുമാനിച്ചത്. ഞങ്ങൾ ഏറ്റവും ആദ്യം നോക്കിയത് തന്നെ ഒരു ഗൾഫ് സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫ്ലാറ്റും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ പല പ്രൊജക്റ്റുകളും നോക്കിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതും തൃപ്തി തോന്നിയതും ഗോൾഡ് ടവറാണ്. അപ്പോൾ ഗോൾഡ് ടവറിൽ ഈ ഫ്ലാറ്റും ലേഔട്ടും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റീരിയറും അതേ ഗൾഫ് സ്റ്റാൻഡേർഡിൽ മോഡേണായിട്ട് ഒരു കോസി ഫീലിങ്ങിൽ ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെയും കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന സമയത്താണ് ഈ ഗോൾഡ് ടവറിൽ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റ് എടുക്കാൻ സഹായിച്ച വിഷ്ണു സജസ്റ്റ് ചെയ്യണത് കലിസ്റ്റ ഇൻറ്റീരിയറിനെ പറ്റി. അപ്പോൾ അവരുടെ പല പ്രൊജക്റ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഔട്ട്പുട്ടാണ് നൽകിയത്. അങ്ങനെയാണ് ഞങ്ങൾ രാജേഷായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ രാജേഷിനോട് ആദ്യം സംസാരിക്കുമ്പോഴും രാജേഷിൻ്റെ പല സജഷൻസും ഐഡിയാസും കാര്യങ്ങളെല്ലാം നടത്തിയപ്പോൾ ഞങ്ങൾക്കും തോന്നി ഞങ്ങളുടെ അഭിപ്രായങ്ങളായിട്ടും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും പറ്റാവുന്ന ഒരു ആളാണ് രാജേഷ് എന്നും. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പല ഐഡിയാസും, എസ്പെഷ്യലി എൻ്റെ വൈഫാണ് ഇതിൻ്റെ പല ഡിസൈനും ഐഡിയാസും എല്ലാം നോക്കിയിരുന്നതും ഡിസൈൻ ചെയ്തതെല്ലാം. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ പല ഐഡിയാസും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞ് പോസിബിളാണ്, നമുക്കത് പ്രാക്ടിക്കൽ ഓപ്ഷനിലേക്ക് കൊണ്ടുപോയി ചെല്ലാം. അങ്ങനെയാണ് ഞങ്ങൾ കലിസ്റ്റയിലേക്ക് എത്തിച്ചേർന്നത്. ഞങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ തന്നെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ അപ്രോച്ച് ചെയ്തപ്പോഴാണെങ്കിലും കുറച്ച് ബോഡി ആയിട്ടിരിക്കണമെന്ന് നേരത്തെ തൊട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാജേഷായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്പെസിഫിക്കലി വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും രാജേഷ് നല്ല ഡീലിങ്ങിലാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തന്നത്. ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഞങ്ങളുടെ ഇത്രയുള്ള സ്പേസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആൾ നല്ല രീതിയിൽ അത് ചെയ്ത് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് തന്നു. സൂര്യ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിരുന്നു. കാരണം ഈ ഫ്ലാറ്റിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് യൂട്ടിലൈസേഷൻ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് വേണ്ട സ്പെസിഫിക് റിക്വയർമെൻറ്റ്സും അതേപോലെ തന്നെ ഫുൾഫില്ല് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സും ഞങ്ങളുടെ ഈ ഡ്രീംസും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രാജേഷ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഇറ്റ് വാസ് വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. ആൻഡ് ഞങ്ങൾ പറയണ പല റിക്വയർമെൻറ്റ്സും പുള്ളി കേട്ടിട്ട് രാജേഷിൻ്റെ ഒരു ഡിക്ഷണറിയിൽ നോ എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഹി വാസ് വെരി മച്ച് അക്കോമഡേറ്റ്. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ വെരി മച്ച് ഹാപ്പി. ആൻഡ് ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ഞങ്ങൾ എന്താണോ ഡ്രീം ചെയ്തത് ഞങ്ങളുടെ ഹൗസ് എങ്ങനെയാണെന്നുള്ളത് അത് റിയാലിറ്റിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ രാജേഷും കലിസ്റ്റ, ദ എൻ്റയർ ടീം ഓഫ് കലിസ്റ്റ ആൻഡ് രാജേഷ് ഹാവ് റിയലി ഹെൽപ്ഡ്. സോ നാളൊരു ടൈമിൽ ഇപ്പം എനിക്കൊരു ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഒരു ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വി വിൽ ഷുവർലി സജസ്റ്റ് Rajesh and Kalistair Interiors as one of the best choices for the interior works.